ചേർന്ന് ഒരു മീറ്റിംഗിൽ കൂടെ ദൈവം പ്രസംഗിപ്പാൻ ദൈവം അവസരം ഒരുക്കി തന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഇതിന്റെ ചുമതല വഹിക്കുന്ന എന്റെ സ്നേഹിതൻ പാസ്റ്റർ MJ എബ്രഹാം അവറുകൾ, അദ്ദേഹം ഈ ദിവസങ്ങളിൽ തന്റെ മാതാവിന്റെ മരണത്തോടുള്ള ബന്ധത്തിൽ ആഴമേറിയ ദുഃഖത്തിൽ കൂടെ കടന്നുപോയിരുന്ന സമയങ്ങളാണ്. ദൈവം കൊടുത്ത ആശ്വാസത്തിനായി സ്തോത്രം. കർത്താവിൽ മരിച്ചവരെ കുറിച്ച് നമുക്ക് അധികം ദുഃഖിക്കേണ്ട കാര്യമില്ല. അവർ നിത്യതയിൽ കർത്താവിനോടുകൂടി ആയിരിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് ഈ യോഗം ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ സാം ചാക്കോ അവറുകളെ ഓർത്തും പാട്ടുകൾ പാടിയവരെ, പ്രാർത്ഥിച്ചവരെ എല്ലാവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ മീറ്റിംഗില് എന്റെ ആത്മാർത്ഥ സ്നേഹിതന്മാരായ പല പ്രിയപ്പെട്ടവരും കേരളത്തെ വയനാട് ഉൾപ്പെടെ കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന് പാസ്റ്റർ K. പീറ്റർ ഉൾപ്പെടെ പല പ്രിയപ്പെട്ടവരും ഇതിൽ പ്രവേശിച്ചതുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരുടെയും പേര് പറഞ്ഞ സമയം കളവാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സൂം പ്ലാറ്റ്ഫോമിൽ അറ്റൻഡ് ചെയ്യുന്ന ഇപ്പൊ 43 ഡിവൈസ് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. ഇന്ന് രാവിലെ സഭായോഗത്തിനിരുന്നപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ പ്രാർത്ഥിച്ചു, കർത്താവെ, ഇന്ന് ഒക്കലോമായിലെ മീറ്റിംഗ് ഉണ്ടല്ലോ, ഞാൻ ഏത് ഭാഗം ദൈവവചനം ശുശ്രൂഷിക്കണം എന്ന ദൈവത്തോട് മനസ്സിൽ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ പ്രകാശനം തന്ന ഒരു ദൈവവചനമാണെന്ന് പ്രസംഗിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. അത് നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതും കർത്താവ് ചെയ്ത ഒരു അത്ഭുതവുമാണ്. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. പക്ഷേ സമയം ലാഭിക്കാൻ വേണ്ടി ഞാൻ ആ ഭാഗങ്ങൾ വായിക്കുന്നില്ല. നിങ്ങൾക്കത് മനഃപ്പാഠമായതുകൊണ്ട് അതിനകത്തെ ഭാഗങ്ങൾ ഒന്ന് വിവരിക്കുവാനായിട്ടാണ് കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും കപ്പർന്നഹൂമിൽ ചെന്നു. അവൻ വീട്ടിലുണ്ടെന്ന ശ്രുതിയായി. ഉടനെ വാതിൽക്കൽ പോലും ഇടവില്ലാതെ വണ്ണം പലരും വന്നുകൂടി. അവൻ അവരോട് തിരുവചനം പ്രസ്താവിച്ചു. യേശു കപ്പർന്നഹൂമിൽ ചെന്ന കാര്യമാണ് അവിടെ വായിക്കുന്നത്. അവിടുത്തെ മേളിലത്തെ വാചകം വായിക്കുമ്പോൾ നമുക്കറിയാം, ചില ദിവസങ്ങൾ കഴിഞ്ഞ ശേഷം. അപ്പൊ ചില ദിവസത്തിന് മുമ്പ് കർത്താവ് കപ്പർന്നഹൂമിൽ വന്നിരുന്നു. കർത്താവ് എവിടെ പോയാലും അത്ഭുതങ്ങൾ നടക്കും. കർത്താവ് ഉണ്ടെങ്കിൽ അതൊരു അനുഗ്രഹമാണ്. കർത്താവ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ചുറ്റുപാടുകളൊക്കെ കർത്താവിന്റെ ശ്രുതി പകരുന്നതായിട്ട് നമ്മൾ കാണുവാൻ സാധിക്കും. ഞാൻ വിചാരിക്കുന്നു ഇന്നത്തെ പോലെ മാധ്യമ ക്രമീകരണങ്ങൾ അന്നില്ല. ഓൺലൈൻ പരിപാടികളില്ല, വാട്സപ്പ് പരിപാടികളില്ല, യൂട്യൂബ് ഇല്ല, മൈക്ക് വലിച്ചു കെട്ടി അനൗൺസ്മെന്റ് ചെയ്യുന്ന പരിപാടികളില്ല. ഒന്നുമില്ലെങ്കിലും നിങ്ങൾ നോക്കിക്കോ, യേശുവിന്റെ യോഗങ്ങളിൽ കേട്ടറിഞ്ഞ് ജനം അങ്ങ് പരത്തി, ന്യൂസ് അങ്ങ് പരത്തി, ഭയങ്കര ആൾക്കൂട്ടം. ഞാൻ ഒരിക്കൽ പറയുണ്ടായി, കർത്താവ് 5.2 മീനും കൊടുത്ത യോഗത്തിൽ ഏകദേശം 25,000-ഓളം പേരാണ് ആ യോഗത്തിൽ സംബന്ധിച്ചത്. ആരുടെയോ ഫോൺ മ്യൂട്ട് ചെയ്യാനുണ്ട്, ദയവായിട്ട്. സോറി, താങ്ക് യു. അപ്പോൾ 25,000-ഓളം പേരാണ് അന്ന് ആ മീറ്റിങ്ങിൽ വന്നത്. തന്നെയല്ല, ചില ദിവസങ്ങളിൽ മീറ്റിങ്ങിന് വന്നാൽ ജനം പിരിഞ്ഞു പോകത്തില്ല. കർത്താവ് ഒരിക്കൽ പറഞ്ഞു, 3 നാളായി ഈ ജനം എൻ്റെ കൂടെ പാർക്കുന്നു എന്ന് കർത്താവ് പറയേണ്ടി വന്നു. അപ്പോൾ ഭയങ്കര ആൾക്കൂട്ടമാണ്. അപ്പോൾ കർത്താവിനെ കുറിച്ചുള്ള ശ്രുതി, ഇന്നും കർത്താവിനെ കുറിച്ചുള്ള ശ്രുതി എവിടെങ്കിലും കർത്താവ് വന്നാൽ ഉണ്ടെങ്കിൽ അവന്റെ ശ്രുതി ചുറ്റുപാടുകൾ പരക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമുക്കറിയാം, ഇന്ത്യയിൽ വലിയ പീഡകൾ നടക്കുക, ദൈവമക്കളെ അടിക്കുകയും ചാണകം തീറ്റിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം വടക്കേ ഇന്ത്യയിൽ മേഘാലയ ആദിയായ പ്രദേശങ്ങളിൽ ഒറ്റ മീറ്റിങ്ങിലൊക്കെ 75,000 പേരൊക്കെ വന്ന് സംബന്ധിച്ച് ദൈവത്തെ ആരാധിക്കുന്നതൊക്കെ നാം കണ്ടല്ലോ. അതും അവിടുന്ന് തന്നെ വന്ന, ഹിന്ദു മാർഗത്തിൽ നിന്ന് വന്ന ഒരാളാണ്. അദ്ദേഹവും ഭാര്യയുമാണ് ഞാൻ സ്റ്റേജിൽ കണ്ടത്. ദൈവത്തിന് പ്രവർത്തിപ്പാൻ, ദൈവത്തെ കുറിച്ചുള്ള ശ്രുതി ഇന്നും എവിടെങ്കിലും ഉണ്ടെങ്കിൽ ജനം കൂടുവെന്നുള്ളതിന് 2 പക്ഷമില്ല. രാജനിയമങ്ങളോ ഭരണകർത്താക്കളോ പിടിച്ചു കെട്ടിയാൽ ജനം നിൽക്കത്തില്ല. യേശുവിന്റെ പ്രവർത്തനം യേശു ചെയ്തെടുക്കുമെന്നുള്ളത് നിശ്ചയമായ കാര്യമാണ്. എന്നാൽ പല യോഗങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട്, ആൾക്കൂട്ടം ഒത്തിരി ഉണ്ട്. പ്രസംഗിക്കാൻ എഴുന്നേക്കുന്ന ചിലര് പറയുന്നേ കേട്ടു, ഇവിടെ നിന്ന് അസാധാരണമായ ദൈവ സാന്നിധ്യം,
അവിടെ അങ്ങ് നടമാടുക എന്നൊക്കെ കയറി പറയാറുണ്ട്. ഞാനത് കണ്ടപ്പോൾ ഞാൻ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു, അതിന്റെ ചുറ്റുപാടുകളിലെങ്ങും യേശുവിന്റെ ദൂതന്മാര് പോലും വന്നിട്ടില്ല. കാരണം ദൂതന്മാര് വന്നാൽ കള്ളക്കേസ് കൊടുക്കും. ഏതെങ്കിലും കള്ളക്കേസ് കൊടുക്കുന്നുണ്ട് ദൂതന്മാരെ പോലും ദൈവം അയക്കത്തില്ലെന്ന് ഞാൻ പറയും. ദൂതന്മാര് വന്നില്ലേ പിന്നെ കർത്താവും വരത്തില്ലല്ലോ. പാസന്മാര് ഓളം കിട്ടാനായിട്ട് ദൈവ സാന്നിധ്യം കാണുന്നതായിട്ടൊക്കെ പറയും. കാരണം അതിനല്പം മുമ്പേ പിടിച്ചുതള്ളു അടി അതും ഇതുമൊക്കെ നടന്നിടത്ത്, പെറുപെറുപ്പുള്ളിടത്ത്, മർമറിങ് ഉള്ളിടത്ത്, മത്സരം ഉള്ളിടത്ത് ദൈവ സാന്നിധ്യം വരുമോ? ഞാൻ പറയട്ടെ, ഒരിക്കലും ദൈവ സാന്നിധ്യം വരത്തില്ല. കാരണം ജനം ശുദ്ധീകരിക്കപ്പെടാത്തിടത്തോളം കാലം, ജനം തെറ്റുകൾ ഏറ്റുപറഞ്ഞു മാനസാന്തരപ്പെടാത്തിടത്തോളം കാലം, എത്ര മെഗാ യോഗ നടത്തിയാലും, എത്ര വലിയ ഉണർവ് പ്രാസംഗികരെ കൊണ്ടുവന്നാലും, ദൈവ സാന്നിധ്യം വിളങ്ങുന്നു എന്ന് അവർ പറഞ്ഞാലും അവിടെ ദൈവ സാന്നിധ്യം വരത്തൊന്നുമില്ല. ദൈവം വരുന്നിടത്ത് കർത്താവ് പറഞ്ഞല്ലോ, നിങ്ങളുടെ ഇടയിൽ മർമറിങ് ഉണ്ട്, ഞാൻ നിങ്ങളുടെ നടുവിൽ നടക്കത്തില്ല. നിങ്ങളുടെ പാളയത്തിൽ അശുദ്ധിയുണ്ട്, ഞാൻ വരത്തില്ല. അങ്ങനെയുള്ള ദൈവം ആൾക്കൂട്ടം കൂടുന്നിടത്തെല്ലാം വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. എന്നാൽ 2 or 3 പേർ എന്റെ നാമത്തിൽ വ്യവസ്ഥ പ്രകാരം കൂടി വരുന്നിടത്ത് കർത്താവിന്റെ സാന്നിധ്യമുണ്ട്. അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ കപ്പർന്നഹൂമിൽ യേശു വീണ്ടും വന്നു. അതിനെക്കുറിച്ച് വേദപണ്ഡിതന്മാരിൽ ചിലരുടെ അഭിപ്രായം കപ്പർന്നഹൂമിലാണ് പത്രോസിന്റെ വീട്, ഒരു പക്ഷേ പത്രോസിന്റെ ഭവനമായിരിക്കുമെന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. എന്നാൽ അത് പൂർണ്ണമായി ഇവിടെ പറയാത്തത് കൊണ്ട് ഞാനത് ഉറപ്പിച്ചു പറയാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. അന്നത്തെ ആ ചരിത്രങ്ങളൊന്നും വിശദമായിട്ട് നമ്മുടെ പക്കലില്ലല്ലോ. യേശു ഉണ്ടെന്ന് ശ്രുതിയായപ്പോൾ ഉടനെ വാതിക്കൽ പോലും ഇടമില്ലാതെ വണ്ണം പലരും വന്നുകൂടി എന്ന് വായിക്കുന്നു. വാതിക്കൽ പോലും ഇടമില്ലാതെ വണ്ണം പലരും വന്നുകൂടിയതായി അവിടെ വായിക്കുന്നുണ്ട്. അപ്പൊ യേശു വരുന്നിടത്ത് വലിയ പുരുഷാരം വരും. അപ്പോൾ ഈ പുരുഷാരമെല്ലാം ആത്മാർത്ഥമായി വരുന്നവരല്ല. അത് നാം അറിഞ്ഞിരിക്കണം. ചില ഒരു നല്ല പങ്ക് പുരുഷാരം വരുന്നത് അപ്പം തിന്നുവാൻ വന്ന പുരുഷാരം. കാരണം കർത്താവ് എപ്പോഴാ 5 അപ്പം കരങ്ങളിൽ കിട്ടിയാൽ അത്ഭുതം പ്രവർത്തിക്കുന്നെന്ന് അറിയത്തില്ലയോ? അല്ലല്ലോ. അന്നത്തെ കാലത്തൊക്കെ ക്ഷാമമൊക്കെ ഉള്ള സമയമാണ്. അതുകൊണ്ട് അപ്പം തിന്നുവാൻ അത് നമുക്കറിയാമല്ലോ. നമ്മുടെ ഹോളി പ്രാർത്ഥന വെച്ചാൽ വിരലിൽ എണ്ണാവുന്ന ആൾക്കാരെ വരത്തുള്ളൂ. എന്നാൽ വീട്ടിൽ കോട്ടയം മീറ്റിംഗ് വെച്ചാൽ ആൾക്കാർ വരും, കാരണം അവിടെ ഭക്ഷണം കാണും. അപ്പൊ ഇന്നും അത് നടക്കുന്നുണ്ട്. കാരണം ഭക്ഷണത്തിനും പ്രാധാന്യത കൊടുക്കുന്നവരുണ്ട്. കർത്താവിനെ പിടിച്ച രാജാവാക്കാനൊക്കെ അവർ ഒരുങ്ങിയല്ലോ. ഇവനെ രാജാവാക്കിയാൽ നമ്മുടെ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കപ്പെടുമെന്നുള്ള ചിന്തയെ അവരെ ഭരിക്കുന്നത്. അതുകൊണ്ട് അപ്പൊ പുരുഷാരം വന്ന ഒരു കൂട്ടം ആൾക്കാർ ഇതിനു വേണ്ടി മാത്രം കർത്താവിന്റെ അടുക്ക വന്നവരാ. ചിലര് വന്നത് അത്ഭുതങ്ങൾ കാണുവാനാ. നമുക്കറിയാം, മാജിക്കുകളും മറ്റതും ഇതുമൊക്കെ നടക്കുമ്പോൾ, സർക്കസും ഒക്കെ നടക്കുമ്പോൾ അത് കാണാനായിട്ട് കുറെ ആൾക്കാർ വരും. രോഗസൗഖ്യം പ്രാപിക്കുന്നു, കുരുടൻ കാണുന്നു, ചെകിടൻ കേൾക്കുന്നു, മുടന്തൻ നടക്കുന്നു, പക്ഷവാര ഒഴുകി കിടക്കയെടുത്തുകൊണ്ട് ഓടുന്നു, മരിച്ചവർ ഉയർക്കുന്നു. ഇതൊക്കെ കാണാൻ, അത്ഭുതങ്ങൾ കാണുവാൻ ഒരു കൂട്ടം ആൾക്കാർ വരും. പിന്നെ ഒരു കൂട്ടം ആൾക്കാർ വരുന്നത് രോഗസൗഖ്യത്തിന് വേണ്ടി മാത്രമാണ്. ഞാൻ ബോംബെയിലായിരുന്ന സമയത്ത് ഒരിക്കൽ പരേലിൽ വിദേശത്തു നിന്ന് ഒരു സായിപ്പ് വന്നു. വലിയൊരു ക്രൂസൈഡ് ദാദറിനടുത്തൊരു സ്ഥലത്ത് നടന്നു. ആ ഗ്രൗണ്ട് മുഴുവൻ ആൾക്കാരാ. അത് നോക്കിയപ്പോ തലയെക്കെട്ടുകാരായ സർജാർജിമാരും ഒക്കെ ധാരാളം മലയാളികൾ കുറവാ, മറ്റുള്ള ആൾക്കാരാ വന്നത്. രോഗസൗഖ്യത്തിന് വേണ്ടി ആൾക്കാര് അദ്ദേഹം പ്രാർത്ഥിക്കാന്ന് പറയുമ്പോൾ എഴുന്നേറ്റ് ഭയങ്കര തെല്ല. അത് കഴിഞ്ഞ് യോഗ സംഘാടകര് കാർഡൊക്കെ കൊടുത്തു ഫില്ലിയൊക്കെ തരാൻ. അതിനുശേഷം 1-2 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ആ കാർഡ് ഫില്ല് ചെയ്തെന്നവരും രോഗസൗഖ്യം പ്രാപിച്ച ആരെങ്കിലും ഒക്കെ നമ്മുടെ യോഗത്തിന് വരുന്നു എന്ന് ചോദിച്ചു. ആളെന്നോട് പറഞ്ഞു, എന്റെ ഭാഷ ഒരെണ്ണം തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് പറഞ്ഞു. അപ്പൊ ആ വന്നതിന്റെ എല്ലാം അർത്ഥം രോഗസൗഖ്യത്തിന് വേണ്ടി മാത്രം. കർത്താവിന്റെ ഇടയ്ക്കിലും 10 കുഷ്ഠരോഗികൾ വന്നല്ലോ, ഒരാള് മാത്രമേ മടങ്ങി വന്നുള്ളൂ, ബാക്കിയുള്ളവരാരും മടങ്ങി വന്നില്ല. ഇന്നും യോഗങ്ങൾ വെക്കുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ സാധിക്കുവാൻ രോഗസൗഖ്യത്തിന് വേണ്ടി മാത്രം ഒരു കൂട്ടം ആൾക്കാര്. പിന്നെ വരുന്നതിൽ ഒരു നല്ല പങ്ക് പരീശന്മാരാ. പരീശന്മാര് വരുന്നതിന്റെ ഉദ്ദേശം എന്ന് ചോദിച്ചാൽ, കർത്താവിനെ എവിടെങ്കിലും വാക്കിൽ പിടിക്കാൻ പറ്റുമോ?
ഇവൻ ശബത്തിൽ സൗഖ്യമാക്കുമോ? ഇവൻ പ്രവാചകന്മാർക്കെതിരായിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടോ? ബാക്കി അതെ, ഇന്നും നമ്മുടെ യോഗത്തിലൊക്കെ കയറുന്നതിൽ നല്ല ഒരു പങ്ക് പ്രസംഗത്തിലെ ഏതെങ്കിലും കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ കണ്ടുപിടിച്ച് അത് ഈ ദിവസങ്ങളിലായിട്ടൊക്കെ യൂട്യൂബിലും ഒക്കെ ഇട്ട് അതിനു വേണ്ടി ആ രീതിയിലുള്ള പണസമ്പാദനത്തിന് വേണ്ടി ഒരു കൂട്ടം ആൾക്കാർ. വേറെ ചിലർ മറ്റു പല കാര്യസാധ്യത്തിനായിട്ട് വരുന്നവരുണ്ട്. മറ്റു പല ജനം കൂട്ടം കൂടുമല്ലോ. പണ്ടൊരിക്കൽ കുമ്മനാട് കൺവെൻഷൻ എന്റെ ചെറുപ്പത്തിലാണ് ഞാൻ പോയി സംബന്ധിച്ചപ്പോൾ ഉണ്ണുണ്ണി സാർ അനൗൺസ് ചെയ്തു, ഇന്നലെ രാത്രി സായിപ്പിന്റെ ടോർച്ച് മോഷണം പോയി, അതുകൊണ്ട് എല്ലാവരും അവരവരുടെ സാധനങ്ങൾ സൂക്ഷിക്കുന്നത് നന്നായിരിക്കുമെന്ന്. അതെ, അപ്പൊ യോഗത്തിന് വരുമ്പോൾ കള്ളന്മാരും അതിനകത്ത് വരും, എന്തെങ്കിലുമൊക്കെ മോട്ടിച്ചുകൊണ്ട് പോകുവാൻ കള്ളന്മാരും ഒക്കെ അതിനകത്ത് വരുമെന്ന് അതിന്റെ അർത്ഥം. പിന്നെ യേശുവിനെ ഒന്ന് കണ്ടാ മതി എന്ന് പറഞ്ഞ് വരുന്ന ചിലരുണ്ട്. യേശു എങ്ങനെയുള്ളവരാണെന്ന് ഒന്ന് കണ്ടാ മതി. മറ്റൊന്ന്, സക്കായും യേശു എങ്ങനെയുള്ളവരാണെന്ന് കാണാനാണല്ലോ ആഗ്രഹിച്ചത്. അങ്ങനെ ഒരു കൂട്ടം ആൾക്കാര് കർത്താവിന്റെ അങ്ങനെ വിവിധ നിലയിൽ കർത്താവിന്റെ അടുക്കൽ വരുന്ന പല പ്രിയപ്പെട്ടവരുണ്ട്. എല്ലാവരും ആത്മാർത്ഥയിലല്ല. എന്നാൽ ഒരിക്കൽ കർത്താവ് എന്റെ പ്രസംഗം കഠിനമാണെന്നും പറഞ്ഞ് ഒരു കൂട്ടം ആൾക്കാർ അവനെ വിട്ടുപോയപ്പോ കർത്താവ് അവരോട് ചോദിച്ചു, ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾക്കും വേണേൽ എന്നെ വിട്ടുപോകാവുന്നു. ഉടനെ ശിഷ്യന്മാർ പറഞ്ഞു, നിന്നെ വിട്ട് ഞങ്ങൾ എങ്ങോട്ട് പോകും? നിത്യജീവന്റെ മൊഴി നിന്റെ പക്കലുണ്ട്. അതുകൊണ്ട് മീറ്റിങ്ങിൽ വരുന്നവർ നിത്യജീവന്റെ മൊഴി കേൾക്കുവാനായിട്ട് വരണം. ദൈവവചനം കേൾക്കുവാനായിട്ട് വരണം. നമ്മെ ജീവിപ്പിക്കുന്നത് ദൈവവചനമാണ്. ദൈവവചനം കേട്ട് അനുഗ്രഹം പ്രാപിക്കാനായിട്ടായിരിക്കണം നാം യോഗത്തിൽ കടന്നു വരേണ്ടത് എന്നുള്ള കാര്യം നാം അറിഞ്ഞിരിക്കണം എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് പ്രത്യേകം ഓർപ്പിക്കട്ടെ. പുരുഷാരം കൂടി വരുമ്പോൾ നമുക്കറിയാം വലിയ പുരുഷാരമുണ്ട്. ഈ പുരുഷാരത്തിന്റെ മധ്യേ പലപ്പോഴും കർത്താവ് ഉദ്ദേശിക്കുന്നത് പോലെ ചില കാര്യങ്ങൾ നടത്തിയെടുക്കുവാൻ പ്രയാസമായിട്ട് വന്ന സന്ദർഭങ്ങളുണ്ട്. ഇവിടെ ഈ വീട്ടിലും പുരുഷാരം വന്ന് വാതിലെല്ലാം അടഞ്ഞിരിക്കുക. യേശു ഒരിക്കൽ നടന്നുപോയപ്പോൾ വഴിയരികിലൊക്കെ ആൾക്കാരിന്ന് നിലവിളിക്കുക. അപ്പൊ ബർത്തിമായി എന്ന് പറയുന്ന ഒരാൾ, യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. അപ്പൊ കർത്താവിന് മുൻപ് നടക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. കർത്താവിന് മുൻപ് നടക്കുന്ന ആൾക്കാർ ഇന്നുകൊണ്ട് കേട്ടോ, എല്ലായിടും ഉണ്ട്. യേശുവിനെ നിയന്ത്രിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ എല്ലായിടും ഉണ്ട്. അവരുടെ കയ്യിലാണ് യേശു ഇരിക്കുന്നത്. അവര് പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. അവരാ മുമ്പിൽ നടക്കുന്ന ജാനം നയിക്കുന്നത് അവര് കർത്താവിന്റെ പോളിസി ഒന്നും അറിയത്തില്ല. കർത്താവ് വന്നത് ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും കൊടുക്കാനാ യേശു വന്നത്. എന്നാൽ കുരുടനിരുന്ന് നിലവിളിച്ചപ്പോൾ മുന്നടക്കുന്നവർ പറഞ്ഞു, മിണ്ടാതിരിയടാ എന്ന് പറഞ്ഞു. ഇന്നും പല ക്രിസ്തീയ പ്രസ്ഥാനങ്ങളിലും മുന്നടക്കുന്നവർക്ക് യേശുവിന്റെ പോളിസിയോ യേശുവിന്റെ താഴ്മയോ യേശുവിന്റെ വിനയമോ ഒന്നും അവർക്കൊരു വിഷയമല്ല. യേശുവിന്റെ മാതൃക അവർക്കില്ല. രാജാവാക്കാൻ പോയപ്പോൾ യേശു ഒഴിഞ്ഞുപോയെന്നാ വായിക്കുന്നത്. യേശു ഒഴിഞ്ഞുപോയി. എന്നാ ഇപ്പൊ രാജാവാക്കാനാ നമ്മുടെ ഇടയിലെ യോഗം. നമുക്ക് MLA വേണം, നമുക്ക് മന്ത്രി വേണം, നമുക്ക് MP വേണം, എല്ലാം വേണമെന്ന രീതിയിലാണ്. കാരണം ആ രീതിയിലേക്ക് കാര്യങ്ങളെല്ലാം വഴുതി പോയേക്കാം. മുന്നടക്കുന്നവർ. അപ്പൊ ഈ മുന്നടക്കുന്നവർ പറയുന്നതെല്ലാം ഒന്നും എന്തല്ല. എന്നാ കർത്താവ് അവിടെ വാക്ക് കേട്ടില്ല. കർത്താവ് ജാനെ അവിടെ നിർത്തി. അവനെ വിളിക്കാൻ പറഞ്ഞു. അവനെ വിളിച്ചോണ്ട് പോന്നു. ജാന നിന്നു. കർത്താവ് അവനെ സൗഖ്യമാക്കി. ഞാൻ പറയട്ടെ, മുന്നടക്കുന്നവർ പറയുന്നത് എല്ലാം ശരിയാണെന്ന് നാം വിചാരിക്കരുത്. അവരും ദൈവ വഴി വിട്ടു പോകുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യവും നാം മറന്നു പോകരുത്. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, വലിയ പ്രവാചകന്മാർക്കും തെറ്റുപറ്റും. ശൗമേൽ പ്രവാചകന് തെറ്റുപറ്റി. ദാവീദിന്റെ വീട്ടിൽ ചെന്നപ്പോൾ ചേട്ടന്മാരെ കണ്ടപ്പോൾ ശൗമേൽ പ്രവാചകൻ പറഞ്ഞു, ഇതാ ദൈവത്തിന്റെ അഭിഷക്തൻ എന്ന് പറഞ്ഞു. ഓരോരുത്തർ വരുമ്പോഴും പുള്ളി പറയും, ഇതാ ദൈവത്തിന്റെ അഭിഷക്തൻ. ഉടനെ ദൈവം പിന്നെ തിരുത്തി കൊടുത്തു, ഞാൻ അവനെ തെരഞ്ഞെടുത്തിട്ടില്ല. ഒടുവിൽ ദാവീദ് പറഞ്ഞപ്പോൾ തനിക്കും എന്തോ പറ്റി, തെറ്റുപറ്റിയതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. വലിയ പ്രവാചകനായിരുന്നാലും തെറ്റുപറ്റി എന്ന് പറഞ്ഞതുപോലെ ആർക്കും തെറ്റുപറ്റാം. എന്നാൽ അവരൊക്കെ ദൈവമുമ്പാകെ ആശ്രയിച്ച് തിരുത്തിയവരാണ്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അപ്പോൾ മുന്നടക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. മുന്നടക്കുന്നവർ അവർ പറയുന്നതെല്ലാം ആമേൻ പറയുന്ന ആൾക്കാരുണ്ട്.
ഞാൻ പുരുഷാരത്തെ കുറിച്ച് വായിച്ചപ്പോൾ മത്തായി 22:24 പുരുഷാരം കൂടിയാൽ എന്തോ നടക്കും. അവിടെ എഴുതിയേക്കുന്നത് ഇങ്ങനെയാണ്: ആരവാരവും അധികമാകുന്നതല്ലാതെ ഒന്നും സാധിക്കുന്നില്ല എന്ന് പീലാത്തോസ് കണ്ടു. ഒരു വലിയ പുരുഷാരോട് വന്നിട്ടുണ്ട്. ഏറിയ പങ്കാൾക്കാരും കർത്താവിനെ ക്രൂശിക്ക എന്നാ പറയുന്നത്. ചിലര് മാത്രം സൗകര്യമാർക്ക് കരഞ്ഞുകൊണ്ട് അവിടെ ഇവിടെ ഉണ്ടായിരിക്കുന്നുണ്ട്. പുരുഷാരം കൂടിയാൽ എന്തോ നടക്കും? ആരവാരവും ഒത്തിരിയാകും. പോയി 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 പറഞ്ഞ ആരവാരവും എല്ലാം ഉണ്ടാവും. ഈ പുരുഷാരത്തിന് ഇളക്കം മതി, ഇളക്കം മതി. നമുക്കറിയാലോ, ചില യോഗങ്ങളിലൊക്കെ ഇരുന്ന് ദൈവവചനത്തിന്റെ വ്യവസ്ഥ വിട്ടു പറഞ്ഞാലും മുമ്പിൽ ഇരുന്നുകൊണ്ട് കൈയടിച്ച ആത്മാവിലായി ഹല്ലേലൂയ പറയുന്നവരെ നമുക്ക് കാണാം. മന്ത്രി വേണോ? ഹല്ലേലൂയ. പിന്നെ MP വേണോ? ഹല്ലേലൂയ. MLA വേണോ? ഹല്ലേലൂയ. മുമ്പിൽ കുറെ ആൾക്കാർ ഇരിപ്പുണ്ട്. അതിന്റെ ഗൗരവമൊന്നും മനസ്സിലാക്കാതെ അങ്ങ് എല്ലാറ്റിനും കയറി സ്വോത്രം ഹല്ലേലൂയ പറഞ്ഞു. അവരുടെ ഹല്ലേലൂയ കേൾക്കുമ്പോൾ നേതാവും കിടന്നിളകും. ഞാൻ പറയട്ടെ, ദൈവവചനത്തിന്റെ വ്യവസ്ഥ വിട്ടുള്ള ആര് പറഞ്ഞാലും അംഗീകരിപ്പാനോ അതിന്റെ സ്തോത്രം പറവാനോടെ. ഞാൻ ബോംബെയിലായിരുന്നപ്പോൾ എനിക്കൊരു ദൈവദാസനെ അറിയാം. പുള്ളി ഓരോ വാക്ക് പറയുമ്പോഴും ഹല്ലേലൂയ സ്തോത്രം പറയും, ഹല്ലേലൂയ സ്തോത്രം പറയും. അപ്പൊ അങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ ഒരു കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുക. പുള്ളി പറയാ സാത്താൻ ഹല്ലേലൂയ. അപ്പം നോക്കിക്കോ, അവിടെ സാത്താന്റെ പേര് പറഞ്ഞപ്പോഴും പുള്ളി എന്തോ പറഞ്ഞു? ഹല്ലേലൂയ പറഞ്ഞു. ഞാൻ പറയട്ടെ, ഇതൊന്നും ദൈവത്തിന്റെ വ്യവസ്ഥയില. പരിജ്ഞാനത്തോടും ദൈവകൃപയോടും കൂടെ ദൈവം പ്രസംഗിപ്പാൻ ഇടയായിത്തീരണം. അല്ലാതെ എല്ലാറ്റിനും വാക്കിന് സ്വോത്രം ഹല്ലേലൂയ പറഞ്ഞല്ല ഉണർവ്. നമ്മുടെ ആൾക്കാർ ഇങ്ങനെ കുറെ ആളുകൾ മുമ്പിൽ ഇരുന്ന് പറയുമ്പോൾ ഇന്നത്തെ യോഗം വലിയ ഉണർവായിരുന്നു. എന്തോ ഉണർവാ? ഉണർവെന്ന് പറഞ്ഞത് പാപബോധം ഉണ്ടാകുന്നതാ. ഒരു യോഗത്തിൽ അനുതാപമുണ്ടായി പാപബോധനം ഉണ്ടാകുന്നതാണ് ഒരു സഭയുടെ ഉണർവ് എന്നുള്ളത്. പാപബോധനം ഉണ്ടാകുന്നില്ല, പിടിച്ചു തള്ളിയവൻ ഉണർവുണ്ടാകുന്നില്ല, തെള്ളിയിട്ടവന് പാപബോധം ഉണ്ടാകുന്നില്ല, അവൻ ക്ഷമ പറയുന്നില്ല, അവൻ പ്രൈസ് ആൻഡ് വർഷിപ്പ് ലീഡറായിട്ട് ഓടി നടക്കുക. ഇതൊന്നും ഉണർവല്ല, ഇതെല്ലാം ബാഹ്യമായ പ്രകടനങ്ങളാണ്. അതിനോടൊക്കെ നമുക്ക് യാതൊരു കാരണവശാലും യോജിക്കുവാൻ കഴിയത്തില്ല എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് അറിയാം. അപ്പൊ പുരുഷാരം ധാരാളമായ എന്ത് ചെയ്തു? വാണിക്കപ്പോലും സ്ഥലമില്ലാതെ വണ്ണം പുരുഷാരം വന്നുകൂടി. യേശു യായിറോസിന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഒത്തിരി പുരുഷാരമുണ്ട്. മരണവീടല്ലേ, ഒത്തിരി പുരുഷാരം വന്നു. കർത്താവിനറിയാം അവരെല്ലാം കൂടെ നിന്നാൽ അവിടെ ഒന്നും നടക്കത്തില്ല. അതുകൊണ്ട് കർത്താവ് പുരുഷാരത്തെ പുറത്താക്കിയിട്ടാണ് കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തത്. തന്നെയുമല്ല, യേശുവിന്റെ മാതാപിതാക്കന്മാർ യേശുവിനെ കാണാൻ വന്നു. പുരുഷാരം നിമിത്തം കഴിഞ്ഞില്ല. സക്കായി കർത്താവിനെ കാണാൻ ആഗ്രഹിച്ചു. പുരുഷാരം നിമിത്തം കഴിഞ്ഞില്ല. അതിനവൻ മരത്തെ കയറേണ്ടി വന്നു. അവന് മരത്തെ കയറ്റം അറിയത്തില്ലായിരുന്നെങ്കിൽ അവൻ കർത്താവിനെ കാണാതെന്ന് വീട്ടിൽ പോയേനെ. അപ്പൊ എല്ലാറ്റും തടസ്സക്കാരാരാ? ഒരു കൂട്ടം പുരുഷാരമാണ്. അപ്പൊ നമ്മുടെ ആൾക്കാർ ഈ പുരുഷാരത്തിൽ അങ്ങ് സന്തോഷിക്കുന്നത്. പുരുഷാരത്തെ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് പഠിച്ചാൽ, സാധാരണ ഞാൻ പറയാറുണ്ട്, യോഹന്നാനെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, പുരുഷാരത്തിനകത്ത് ഒരു സർക്കിളിൽ ഒരു 500 പേരുണ്ട്. 500 പേര്. അത് 1 കൊരിന്ത്യർ 15:6 പറയുന്നുണ്ട്. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശേഷം 500-ലധികം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. അപ്പോൾ അവരെ കുറിച്ച് ബൈബിൾ അധികമൊന്നും പറയുന്നില്ല. എന്നാൽ എനിക്ക് അവരോട് ഒത്തിരി സ്നേഹമുണ്ട്. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ ഒത്തിരി പേരൊക്കെ വിട്ടുപോയല്ലോ. ഇനി അനുഗമിക്കുന്നതുകൊണ്ട് പ്രയോജനമില്ലെന്ന് പറഞ്ഞല്ലോ. ശിഷ്യന്മാരിൽ തന്നെ 7 പേര് ഇനി നമുക്ക് പഴയ പണിക്ക് പാന്ന് പറഞ്ഞ് പോയല്ലോ. എന്നാൽ ഈ 500 പേര് പിരിഞ്ഞു പോകാതെ ഒന്നിച്ചൊരു സ്ഥലത്ത് കൂടിയിരുന്നു. അപ്പോൾ അവർക്ക് കർത്താവിനോടുള്ള ബന്ധം നമുക്കറിയാം. ഈ 500 പേര് പിരിഞ്ഞു പോകാതെ ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. അവരുടെ നടുവിൽ കർത്താവ് പ്രത്യക്ഷമായി. 500-ലധികം. 1 കൊരിന്ത്യർ 15:6. അതിനകത്ത് വീണ്ടും ഒരു സർക്കിൾ ഉണ്ട്. അതാണ് 70 പേര്. 70 പേര്. അവരെ ഈരണ്ടായി കർത്താവ് അയച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം ആ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 70 പേര്. അവർക്ക് അധികാരം കൊടുത്തു. നിങ്ങൾ പോയി രോഗികളെ സൗഖ്യമാക്കണമെന്നൊക്കെ പറഞ്ഞ് അവരെ അയച്ചു. അവർ പോയി സന്തോഷത്തോടെ മടങ്ങി വന്നു. ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നൊക്കെ പറഞ്ഞു. കർത്താവ് അവരോട് പറഞ്ഞു, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയത് കൊണ്ട് സന്തോഷിപ്പാൻ പറഞ്ഞു. അപ്പൊ 500-നകത്തുള്ളതാണ് 70 പേര്. വീണ്ടും അതിനകത്ത് വേറൊരു 12 പേരുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 13 മുതൽ 19 വരെ വായിക്കുമ്പോൾ തന്നോടുകൂടെ ഇരിക്കേണ്ടതിനും
പ്രസംഗിക്കേണ്ടതിനും അയക്കേണ്ടതിനും ഭൂതങ്ങളെ പുറത്താക്കുവാൻ അധികാരം ഉണ്ടാകേണ്ടതിനും പന്തിരുവരെ നിയമിച്ചു. അപ്പോൾ ഈ പന്തിരുവർ തന്നോടുകൂടെ ഇരുന്നവരാണ്. ഇരുന്നവരെ ദൈവം അയക്കും, അയക്കുന്നവർ പ്രസംഗിക്കും, അയക്കുന്നവർക്ക് ദൈവം അധികാരം കൊടുക്കും. അപ്പൊ അവർക്ക് കുറച്ചുകൂടെ കർത്താവുമായിട്ട് അടുത്ത ബന്ധമുണ്ട്. അവരുടെ അകത്ത് കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് ആയി ഒരു 3 പേരെ നമുക്ക് കാണാം. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. യേശുവിന്റെ മറുവമലയിലെ പ്രാർത്ഥനയിൽ കർത്താവ് അവരെ കൊണ്ടുപോയി. യായിറോസിന്റെ മകളെ ഉയർപ്പിക്കാൻ പോയപ്പോൾ അവരെ 3 പേരെ അകത്ത് കൊണ്ടുപോയി. ഗെരസമനാൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ 8 പേരെ ഇവിടെ തിരുത്തി, 3 പേരായി ഇവരെ കുറച്ചുകൂടെ അടുത്തിരുത്തി. അപ്പൊ ഇവർക്ക് മറ്റുള്ളവരെക്കാൾ കുറച്ചുകൂടെ കർത്താവിനോട് അടുപ്പമുള്ളവരാണ് ഈ 3 പേര്. എന്നാൽ അതിനകത്ത് ഇന്നർമോസ്റ്റ് സർക്കിളിൽ ഒരാളുണ്ട്. ആ ആളിന്റെ പേരാണ് അപ്പോസ്തലനാകുന്ന യോഹന്നാൻ. യോഹന്നാൻ 19:26 തന്റെ ക്രൂശിന്റെ അരികിൽ യോഹന്നാൻ നിൽക്കുന്നത് കർത്താവ് കണ്ടു. ബാക്കിയുള്ളവരൊക്കെ വിട്ടുപോയി, എല്ലാരും വിട്ടുപോയി. പത്രോസ് വിട്ടുപോയത് അറിയാം. അകലം വിട്ട് പിൻചൊന്നു, പരിഹാസികളുടെ ഇടയിലിരുന്നു. ഞാൻ അവനെ അറിയുന്നില്ലെന്ന് പറഞ്ഞു, അത് ഞാൻ അല്ലെന്ന് പറഞ്ഞു, നീ പറയുന്നത് തിരിയുന്നില്ലെന്ന് പറഞ്ഞു. കർത്താവിനെ പ്രാഗി, അവന് ഗുണം പിടിക്കാതെ വോട്ട് പ്രാഗി, പിന്നെ ആളയിടാൻ തുടങ്ങി. ഇതൊക്കെ പത്രോസ് ചെയ്തു. എന്നാൽ കാൽവരുടെ അടുക്കൽ ആ അന്ത്യസമയത്ത് നമുക്കറിയാം, നമ്മുടെ പ്രിയപ്പെട്ടവർ മരിക്കാൻ നേരം നമ്മുടെ പേരൻസിനൊക്കെ ആഗ്രഹം നമ്മൾ അടുത്തുണ്ടെങ്കിൽ നന്നായിരിക്കുമെന്ന്, ആരെങ്കിലും ഒന്ന് കാണാൻ ആഗ്രഹിച്ചു. ഞാൻ ഒരിക്കൽ ഗൾഫിൽ വെച്ച് ചില മണിക്കൂറുകൾ ജയിലിൽ കിടക്കേണ്ടി വന്നു. സുവിശേഷ നിമിത്തമായി ബലങ്ങൊക്കെ വെച്ചാ കൊണ്ടുപോയത്. ജയിലിൽ കിടന്നപ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, നമ്മുടെ ആരെങ്കിലും എന്നെ കാണാൻ വരുമെന്നുള്ളത്. രാത്രി 9:30 ആയപ്പോൾ പാസ്റ്റർ വിൽസൺ ജോസഫ് എന്നെ ഇറക്കുവാനായി ജയിലിന്റെ വാതിൽക്കൽ വന്നു. എന്റെ മനസ്സിലുണ്ടായ ആനന്ദം എത്ര സന്തോഷമായിരുന്നെന്നറിയാമോ? ഞാൻ എൻ്റെ ആയുസ് മുഴുവൻ പാസ്റ്റർ വിൽസൺ ജോസഫിനെ മറക്കത്തില്ല. നമ്മുടെ കഷ്ടതയുടെയും പ്രയാസത്തിന്റെയും അടുത്ത് ഒരാൾ നമ്മളെ കാണുവാനോ അടുത്തോ ഉണ്ടെങ്കിൽ എന്തോ ഒരാശ്വാസം. അപ്പൊ കർത്താവിന്റെ മനസ്സിനെ തണുപ്പിച്ച ഒരാളാണ് യോഹന്നാൻ. ഞാൻ നിങ്ങളോട് പറയട്ടെ, പുരുഷാരത്തെ അല്ല നമുക്ക് വേണ്ടിയത്. പുരുഷാരത്തിന്റെ ഇടയിൽ ഇന്നർമോസ്റ്റ് സർക്കിളിലുള്ള യോഹന്നാനെ പോലെയുള്ള ഒരു അനുഭവമായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് എന്ന് ഞാൻ ആ കാര്യത്തോടുള്ള ബന്ധത്തിൽ ഓർപ്പിച്ചു കൊള്ളട്ടെ. ഇന്നർമോസ്റ്റ് സർക്കിളിലുള്ള അപ്പൊ കർത്താവിന്റെ അടുക്കൽ വലിയ പുരുഷാരമാണ്. പുരുഷാരം പറഞ്ഞിരിക്കുക, അതും വാതിൽക്ക കയറിയിരിക്കുക. സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ നമ്മുടെ ഡ്രൈവേ ഉണ്ടല്ലോ, റോഡിൽ കൂടെ നമ്മുടെ വീട്ടിലോട്ട് കയറുന്ന വഴിയുടെ വാതിക്കൽ ആരും പാർക്ക് ചെയ്യത്തില്ല. കാരണം അത് മാറ്റിയേ പാർക്ക് ചെയ്യും. കാരണം വീട്ടിലോട്ട് കയറേണ്ട വഴിയാ. അങ്ങനെ ആരെങ്കിലും പാർക്ക് ചെയ്താൽ ചിലപ്പോൾ ഞാൻ പറയാറുണ്ട്, അത് അല്പം കൂടെ അങ്ങോട്ട് മാറ്റിയിട്ടാൽ സൗകര്യമായിരിക്കും എന്ന് പറയാറുണ്ട്. എന്ന് വെച്ചാൽ കയറി വരേണ്ട വഴി അടയാൻ പാടില്ല. എന്നാൽ വന്നവരൊക്കെ എന്ത് ചെയ്യുക, വാതിക്കലിരിക്കുക. മറ്റൊരാളെ കൊണ്ടുവരുവാൻ ഇവരെ അനുവദിക്കുന്നില്ല. വാതിക്കൽ കയറി അങ്ങ് അടഞ്ഞിരിക്കുക. ഞാൻ ചോദിക്കട്ടെ, ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മൾ വാതിക്കൽ ഇരിക്കുന്നവരാണോ? വാതിക്കൽ ഇരുന്നാൽ നമുക്ക് മറ്റാരെയും അകത്തോട്ട് കയറ്റുവാൻ നമുക്ക് കഴിയത്തില്ല. ആരെയും അകത്തോട്ട് കയറ്റുവാൻ നമുക്ക് കഴിയത്തില്ല. വാതിക്കലിരിക്കുക. ഇന്ന് നമ്മുടെ ആത്മീയ കോളം എടുത്തുകൊണ്ട് നോക്കിയാൽ പലരും വാതിക്കലിരിക്കുന്ന അനുഭവത്തിലിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. വാതിക്കലിരിക്കുന്ന വെച്ചാൽ മറ്റുള്ളവര്. കർത്താവ് പരീക്ഷന്മാരെ നോക്കിയിട്ട് ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ സ്വർഗത്തിൽ പോകത്തില്ല, പോകാൻ ആഗ്രഹിക്കുന്നവരെ നിങ്ങളോട്ട് കടത്തുകയുമില്ല. കാരണം അവർ വാതിൽ അടഞ്ഞിരിക്കുക. ആരെയും ദൈവഭാഗത്തേക്ക് വരാതെ വാതിൽ അടഞ്ഞിരിക്കുക. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ പല പ്രശ്നങ്ങൾ നമ്മളും നിങ്ങളും ഒക്കെ അറിഞ്ഞിട്ടുണ്ട്. പെന്തക്കോസ്ത് സഭകൾ, ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, പെന്തക്കോസ്ത് സഭകളിൽ നടന്ന കാര്യമല്ലാത്ത കാര്യങ്ങൾക്കുള്ള തർക്കങ്ങളും വാശികളും പിടികളും. ആ സമയത്ത് വയനാട്ടിൽ നിന്ന് എൻ്റെ ഒരു സ്നേഹിതനൊരു പാസ് എനിക്കൊരു ടെസ്റ്റ് ചെയ്തു. യോട്ടി പാസേ, ഇവിടെ സമുദായങ്ങളിൽ നിന്ന് ചിലര് നമ്മുടെ സഭയിലോട്ട് വരുവാനായിട്ട് തീരുമാനങ്ങളൊക്കെ എടുത്ത് അവരിങ്ങനെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുക. ആ അവസരത്തിലാണ് യൂട്യൂബിലും മറ്റും സോഷ്യൽ മീഡിയയിൽ കൂടെ നമ്മുടെ സഭയിലെ നടന്ന ചില കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നു. ഉടനെ ആ പള്ളി കമ്മിറ്റിക്കാര് അതെടുത്തു.
അതെടുത്തിട്ട് പെന്തക്കോസ്തോട്ട് പോകാൻ താല്പര്യപ്പെടുന്നവർക്കെല്ലാം അയച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഒരു അടിക്കുറിപ്പ് കൂടി ഇട്ടു, പോകുന്നവര് പൊക്കോ, പക്ഷെ ഇതൂടെ ഒന്ന് കണ്ടിട്ടേ പോകാവേ എന്ന് ഇട്ടിട്ടു. അപ്പൊ നോക്കിക്കോ, ഇതൂടെ ഒന്ന് കണ്ടിട്ടേ പോകാവേ എന്ന്. അതിന്റെ പേരിൽ അവര് വരാൻ ആഗ്രഹിച്ചവർ മുടക്കിക്കളഞ്ഞു. ഞാൻ നേതാക്കന്മാരോട് പറയട്ടെ, നിങ്ങൾ കാണിക്കുന്ന ദൈവ വഴിവിട്ടുള്ള പോക്ക് പ്രസ്ഥാനത്തിന് മാത്രമല്ല ക്ഷീണം, അനേക ആത്മാക്കൾ ദൈവഭാഗത്ത് വരുന്നതിന് തടസ്സമായി നിങ്ങൾ വഴിയിൽ കയറി വഴി തടഞ്ഞു നിൽക്കുകയാണെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. നിങ്ങളെ കർത്താവ് വെറുതെ വിടുകയില്ല. ദൈവത്തിന്റെ ന്യായവിധിയിൽ നിങ്ങൾ ആയിത്തീരുമെന്നുള്ള കാര്യവും സ്പഷ്ടമായി ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. നമ്മൾ ആരും വഴി അടയാൻ പാടില്ല. നമ്മൾ വഴി തുറക്കുന്നവരായിരിക്കണം. അനേക ദൈവനത്തിന് ദൈവഭാഗത്ത് വരുവാൻ വഴി തുറക്കുന്നവരായിരിക്കണം നാം ഓരോരുത്തരും. വാതിൽ അടഞ്ഞു നിൽക്കുക. അപ്പോൾ നോക്കിക്കോ, എത്രയോ രോഗികൾ വന്ന് കർത്താവിനെ കാണുവാൻ കഴിയാതെ അവരെന്ത് ചെയ്തു? അവര് കർത്താവിനെ കാണുവാൻ കഴിയാതെ അവർ തിരിച്ചുപോയ സന്ദർഭങ്ങളില്ലയോ? ഉണ്ട്. അങ്ങനെ ഇരുന്നപ്പോൾ 4 പേര് ഒരു പക്ഷപാത രോഗിയുമായിട്ട് വന്നു. ഞാൻ ആ 4 പേരിലേക്ക് വരാം. കർത്താവിന്റെ അടുക്കൽ ആദ്യമേ വന്നത് അന്ത്രയോസ് വന്ന് വീട്ടിലോട്ട് പോയ വഴി, അന്ത്രയോസ് വരാൻ കാര്യം യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് വിളിച്ചു പറഞ്ഞു. അന്ത്രയോസ് യോഹന്നാന്റെ ശിഷ്യനാ. പുള്ളി വിചാരിച്ച് അങ്ങനെ ഉണ്ടെങ്കിൽ അനുഗമിക്കുകയാണെങ്കിൽ നല്ല ഒരാളെ പിൻഗമിക്കുള്ള യോഹന്നാനെ വിട്ട് കർത്താവിന്റെ അടുക്ക് പോയി. അവൻ അങ്ങോട്ട് പോയപ്പോൾ അവന്റെ സഹോദരനെ പത്രോസിനെ കണ്ടു. കൊണ്ടുവന്നിട്ട് പത്രോസിനോട് പറഞ്ഞു, ഞാൻ മശിഹായെ കണ്ടെന്ന് പറഞ്ഞ് പത്രോസിനെ പിടിച്ച് കർത്താവിന്റെ അടുക്ക കൊണ്ടുവന്നു. യോഹന്നാൻ 12:20 തൊട്ട് വായിക്കുമ്പോൾ യവനന്മാർ യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ച് ഫിലിപ്പോസിനോട് വന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് കർത്താവിനെ കാണണമെന്ന് പറഞ്ഞു. ഫിലിപ്പോസ് അന്ത്രയോസിനോട് പറഞ്ഞു. അന്ത്രയോസ് അവരെ കൂട്ടിക്കൊണ്ട് കർത്താവിന്റെ അടുക്ക കൊണ്ടുവന്നു. ശൗലിന്റെ ഭൃത്യൻ ശൗലിനോട് പറഞ്ഞു, കഴുതയെ കിട്ടിയില്ലല്ലോ, ഇവിടെ ഒരു പ്രവാചകനുണ്ട്, പ്രവാചകന്റെ അടുക്കലോട്ട് നമുക്കൊന്ന് പോകാം, പ്രവാചകൻ കാര്യം പറയുന്നു പറഞ്ഞു. ഈ ശൗലിനെ പിടിച്ച് പ്രവാചകന്റെ വീട്ടിൽ കൊണ്ടുവന്നത് ശൗലിന്റെ ഭൃത്യനാണ്. വീട്ടിൽ വന്നപ്പോൾ ദൈവം ശൗമേനോട് പറഞ്ഞു, ഇവനെയാ ഞാൻ രാജാവായിട്ട് എടുക്കാൻ പോകുന്നത്. ഭൃത്യനോട് മുമ്പേ പോകാൻ പറ, അവന്റെ തലയിൽ അഭിഷേക തൈലം ഒഴിച്ച് അവനെ ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്തു. അപ്പോൾ ആ ഭൃത്യനല്ലേ പിടിച്ചോണ്ട് വന്നത്? തീർച്ചയായും. യെരുശലേം പുത്രിമാർ നടക്കാൻ പോയപ്പോ യെരുശലേം പുത്രിമാരെ കുറിച്ച് ബൈബിള് പറയുന്നു, യെശയ്യാ 3:16, സിയോൻ പുത്രിമാർ നിഗളിച്ച് കഴുത്ത് നീട്ടിയും വെറുകണ്ടിട്ടും കൊണ്ട് സഞ്ചരിക്കുകയും തത്തി നടക്കുകയും കാൽ കൊണ്ട് ചിലമ്പൊലി കേൾപ്പിക്കുകയും ചെയ്യുന്നവരായ യെരുശലേം പുത്രിമാർ ആധുനിക യുവതികളാ. അവര് ചോദിച്ചു, ശൂനേമിയോട് ചോദിച്ചു, ശൂനേമിയെ നീ വെപ്രാളം പിടിച്ച് എവിടെ പോവാടി? ഉടനെ ശൂനേമി പറഞ്ഞു, ഞാൻ എന്റെ പ്രാണപ്രിയനെ അന്വേഷിച്ചു പോവുക. ഉടനെ അവരൊരു ചോദ്യം, നിന്റെ പ്രാണപ്രിയന് മറ്റു പ്രാണപ്രിയന്മാരെക്കാൾ എന്താ ഇത്ര വിശേഷത? നമ്മുടെ സഹോദരിമാരാണെ പറഞ്ഞേനെ, നിങ്ങൾക്ക് കിട്ടിയ പോലെ ഒരുത്തനെ എനിക്കും കിട്ടിയെന്ന് പറഞ്ഞേനെ. അവളെ നിർത്തിയില്ല. അവള് പറഞ്ഞു, എന്റെ പ്രിയൻ വെണ്മയും ചുമപ്പും ഉള്ളവൻ, 10,000 അതിശ്രേഷ്ഠൻ എന്ന് അവള് പറഞ്ഞു. അതേപോലെ അവിടെ ഇടയച്ചെറുക്കൻ കറുത്തതാ, വെയിലുകൊണ്ട് കറുത്തതാ. പക്ഷെ അവള് പറഞ്ഞു വെണ്മയും ചുമപ്പുള്ളവനാണെന്ന്. ഉത്തമഗീതം 6:1 വീട്ടിൽ നിന്ന് വായിച്ചോ. യെരുശലേം പുത്രിമാർ പറയാണ്, ശൂലേമിയെ നിന്നോടുകൂടെ ചേർന്ന് ഞങ്ങളും നിന്റെ പ്രിയനെ അന്വേഷിക്കാം. അവർക്ക് അങ്ങനെ പ്രേരണ കൊടുക്കാൻ കാര്യം എന്താ? ശൂലേമിയുടെ പ്രിയനെ കുറിച്ച് ശൂലേമി പറഞ്ഞത് കൊണ്ടാണ്. നയമാന്റെ വീട്ടിലെ പെൺകുട്ടി പാത്രം കടിയുന്ന ജോലിയാ, അല്ലെങ്കിൽ നയമാന്റെ ഭാര്യയുടെ വസ്ത്രം വലയ്ക്കുന്ന ജോലിയാ. അപ്പോഴാണ് അവൾ അറിഞ്ഞത് യജമാന് കുഷ്ഠരോഗമുണ്ടെന്ന്. നമ്മളാണെങ്കിൽ, ഞാനാണേ പറഞ്ഞാൽ ഇയാൾക്ക് അതല്ല വരേണ്ടത്, ഇയാൾക്ക് അതിന്റെ അപ്പുറത്തെ വരണമെന്ന് പറയും. കാരണം എന്നെ ഇസ്രായേലിൽ നിന്ന് പിടിച്ചോണ്ട് വന്ന ഇങ്ങേരാ, എന്റെ അപ്പനും അമ്മയൊക്കെ ഇസ്രായേലില്ല, ഇയാൾ പുടുത്ത് ചാവണമെന്നേ പറയത്തുള്ളൂ. എന്നാൽ അവള് പറഞ്ഞു, ഞാൻ അടിമവേല ചെയ്യേണ്ടത് ദൈവത്തിന്റെ ഇനമാണെങ്കിൽ അത് ചെയ്യട്ടെ, എന്നാൽ ഇവിടുത്തെ യജമാന് സൗഖ്യം പറയണം, ഇസ്രായേലൊന്ന് പോണം, നയമാന്റെ കുഷ്ഠരോഗം മാറണം. അവൾ ഒരുത്തി മുഖാന്തരമായിട്ടാണ് നയമാന്റെ കുഷ്ഠരോഗം മാറിയത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. 5.2 മീനും കൊടുത്തപ്പോൾ ആ പുരുഷാരത്തിന് നടുവിൽ നിന്ന് ബാലനെ തിരഞ്ഞു പിടിച്ചുകൊണ്ട് വന്നത് അന്ത്രയോസ. താരന്തുള്ളവർ നമ്മുടെ സഭയിലുണ്ട്. അവരെ അന്വേഷിച്ച് പിടിച്ച് കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവരേണ്ട ജോലിയും ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഈ നാലാളിനെ കുറിച്ചും പല കാര്യങ്ങൾ പറവാനുണ്ട്. നാലാൾ
നെ കുറിച്ചൊരു പുസ്തകത്തിൽ ഞാൻ വായിച്ചത് ഇങ്ങനെയാണ്. പുസ്തകത്തിൽ വായിച്ചത് ഇങ്ങനെയാണ്. ഈ 4 പേരും രോഗിയുടെ ആരുമല്ല. കാരണം പക്ഷപാതം വന്നാൽ കിടക്കാൻ എഴുന്നേക്കാനൊക്കത്തില്ല. ഒരു രോഗി കിടക്കയിൽ ദീർഘനാളുകൾ കിടന്നാൽ ആളുടെ പുറം പൊട്ടും. MJ എബ്രഹാം ബാസ് എട്ടരയ്ക്കാണോ തീരേണ്ടത്, 9 മണിക്കാണോ? ഫോൺ മ്യൂട്ടാ. പക്ഷെ ഒരു 15 മിനിറ്റ് കൂടെ 8:45. ഓക്കെ, താങ്ക് യു. അപ്പോൾ പുറമൊക്കെ പൊട്ടും. അപ്പൊ ഇയാള് വീട്ടിൽ കിടന്ന് പുറമൊക്കെ പൊട്ടിയത് കൊണ്ട് വീട്ടുകാരെടുത്ത് വെളിയിലിട്ടേക്കുക, കട്ടിലയിൽ മരത്തിന്റെ ചുവട്ടിലെ കണ്ടിട്ടേക്കുക. അപ്പോഴാണ് യേശു അവിടെ വീണ്ടും വന്നു. യേശുവിനെ കാണാനായിട്ട് 4 പേര് പോയി. 4 പേര് പോയി. ഒന്നാമത്തെ ഒരാള് ഇങ്ങനെ സൈറ്റെല്ലാം നോക്കി നടക്കുന്നു, ചുറ്റുപാടുകളൊക്കെ നോക്കി നടക്കുന്നു. അവനോട് ചോദിച്ചു, നീ എന്താടാ ഇങ്ങനെ സൈറ്റ് നോക്കി നടക്കുന്നത്? ഉടനെ പറഞ്ഞു, ഞാൻ പണ്ട് കുരുടനായിരുന്നു, യേശു ചില ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നല്ലോ, അന്ന് എന്നെ സൗഖ്യമാക്കി. ആ യേശുവിനോട് നന്ദി പറവാൻ ഞാൻ പോവാന്ന് പറഞ്ഞു. വേറൊരുത്തൻ ചെവി വട്ടം പിടിച്ചോണ്ട് പോകുന്നു. അവനോട് ചോദിച്ചു, നീ എന്താ ഇങ്ങനെ വട്ടം പിടിക്കുന്നത്? അവൻ പറഞ്ഞു, ഞാൻ ചെകിടനായിരുന്നു, കർത്താവിനെ സൗഖ്യമാക്കി, കർത്താവിനോട് നന്ദി പറയാൻ പോവുക. വേറൊരാള് ചാടി നടക്കുന്നു. അവനോട് ചോദിച്ചു, എന്നാടാ നടക്കാൻ വയ്യാടാ, എന്നാടാ ചാടുന്നേ? അവൻ പറഞ്ഞു, ഞാൻ മുടന്തനായിരുന്നു, കർത്താവിനെ സൗഖ്യമാക്കി, കർത്താവിനോട് നന്ദി പറയാൻ പോവുക. വേറൊരാള് കൈ വീശിക്കൊണ്ട് നടക്കുന്നു. അവൻ പറഞ്ഞു, എന്റെ കൈ വരണ്ടതായിരുന്നു, കർത്താവിനെ സൗഖ്യമാക്കി, അതുകൊണ്ട് കർത്താവിന്റെ അടുക്കൽ ഞാൻ പോവുക എന്ന് പറഞ്ഞു. ഈ 4 പേരും കൂടെ തമ്മിൽ സാക്ഷി പറഞ്ഞു പോയപ്പോഴാ റോഡ് സൈഡിൽ മരത്തിന്റെ ചുവട്ടിൽ ഒരു പക്ഷപാത രോഗി കിടക്കുന്നത് കണ്ടോണേ അവര് 4 പേരും കൂടെ പറഞ്ഞു, എടാ പിടിക്കടാ കട്ടിലിന്റെ 4 കാലേ, നമ്മളെ സൗഖ്യമാക്കും, ഇവരെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടിട്ട് അവരെ സൗഖ്യമാക്കി. അപ്പൊ ഇവർക്ക് 4 പേർക്കും ഭയങ്കര വിശ്വാസമുണ്ട്. നമ്മളും പലരെ എവിടെ കൊണ്ടുവരണം? കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ തക്കവണ്ണം നമ്മളെ ഇടയായിത്തീരണം. ഇവര് 4 പേരും വന്നപ്പോ വാടിക്ക പോലും സ്ഥലമില്ല. ഞാനോ MJ എബ്രഹാം ബാസോ ഇവിടെ ഇരിക്കുന്ന മറ്റു ഭാഷന്മാരോ ആണെങ്കിൽ ഞാനിങ്ങനെ പറയും, ബ്രദർ ഭയങ്കര തെല്ല, വെയിറ്റ് ചെയ്യ്, ആളെല്ലാം ഒഴിഞ്ഞു കഴിഞ്ഞ് നമുക്ക് പോയി കർത്താവിനെ കാണാമെന്നേ പറയത്തുള്ളൂ. ഒരിക്കലും പുരയുടെ മേളിൽ ചാടിക്കരി ഇറക്കാൻ ഞാൻ തുനിയത്തില്ല, നമ്മൾ ആരും തുനിയത്തില്ല. അവർക്കറിയാം യോഗം കഴിയുമ്പോ കർത്താവ് പോവും, സംഗതി നടക്കത്തില്ല, കിട്ടുന്ന അവസരം പ്രയോജനപ്പെടുത്തണം. അവര് 4 പേരും പുരയുടെ മേളിൽ ചാടിക്കേറി. എന്നാൽ ഇന്നത്തെ പോലെ വാർത്ത കെട്ടിടം അല്ലാത്തത് കൊണ്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. വാർത്ത കെട്ടിടമായിരുന്നെങ്കിൽ പ്രയാസമായിരുന്നു, കമ്പിപ്പാറ കൊണ്ട് കുത്തിപ്പൊളിക്കാൻ പ്രയാസമാണ്. പണ്ട് നമ്മുടെ നാട്ടിലെ ഓലപ്പുര പോലെ ഏതെങ്കിലും ഒക്കെ കൊണ്ടുള്ള ഒരു കെട്ടിടം, ഒരു വീടായിരുന്നു നമുക്ക് വിചാരിച്ചു. ഏതായാലും ഇവര് വീടിന്റെ പുറത്ത് കയറി കർത്താവ് ഇരുന്ന ഭാഗം എവിടെയാണെന്ന് നോക്കിയിട്ട് ഒരു കട്ടിൽ ഇറക്കത്തക്ക രീതിയിൽ ആ മേൽക്കൂര പൊളിച്ചു. മേൽക്കൂര പൊളിച്ച കട്ടിലോടുകൂടെ താഴോട്ടിറക്കി. ഈ മേൽക്കൂര പൊളിക്കുമ്പോൾ ശബ്ദം താഴെയെല്ലാം കേൾക്കാം, വീട്ടുകാരനും കേൾക്കാം. വീട്ടുകാരൻ അതിന്റെ പരിചയപ്പെടുത്തൊക്കെ ഇങ്ങനെ നടക്കുക, ഇത്രയും ആൾക്കാർ വന്നതല്ലയോ, ചെടി നശിപ്പിക്കുന്നുണ്ടോ, മരത്തിന്റെ ചോട്ടിലാണോ ഇരിക്കുന്നത്, വീട്ടുകാരിങ്ങനെ നോക്കി കിടക്കുക. അപ്പോഴാ 4 പേര് പെരപ്പുറത്ത് കയറുന്നത് കണ്ടത്. ഞാനാണെങ്കിൽ കാലെ പിടിച്ചൊരു വരി കൊടുത്തേനെ, എന്തുവാടാ വൃത്തികേട് കാണിക്കുന്നത്, കർത്താവിനെ സൗഖ്യമാക്കുന്നത്, എന്റെ പെരയുടെ മേള് പൊളിച്ചിട്ടാണോടാ സൗഖ്യമാക്കുന്നത് പറഞ്ഞ് ഞാൻ 4 വഴക്ക് പറഞ്ഞു. എന്നാ വീട്ടുകാരൻ്റെ ഒരു കാര്യം ചെയ്യും, എനിക്ക് ആ വീട്ടുകാരനോട് ഇഷ്ടമാണ്. അവൻ വിചാരിച്ചു, എന്റെ മേൽപ്പുര പൊളിഞ്ഞാൽ പൊളിഞ്ഞോട്ട്, എനിക്ക് വീണ്ടും പണിയാം. എന്നാൽ ഈ രോഗിക്ക് സൗഖ്യം കിട്ടുന്നെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അവന് സൗഖ്യം കിട്ടുക. വീട്ടുകാരൻ അനങ്ങിയില്ല, ക്ഷമയോടെ ആ കാര്യം ചെയ്യുവാൻ അനുവദിച്ചു. ഇന്ന് പലപ്പോഴും നമ്മൾ പലയിടത്തായിരിക്കുമ്പോൾ നമ്മുടെ സൗകര്യങ്ങൾ പലപ്പോഴും പൊളിയുവാൻ നമ്മൾ അനുവദിക്കുന്നില്ല. ഞാൻ അമേരിക്കയിൽ ഒരു സഭയുടെ ചാർജ് ചെയ്തപ്പോൾ ഒത്തിരി പേര് വന്നപ്പോൾ അന്നൊരു പുതിയ ഫാമിലി വന്നു. പുതിയ ഫാമിലി വന്ന പുറകിലത്തെ ബെഞ്ചിൽ സൈഡ് സീറ്റിൽ അവർ ഭാര്യയും ഭർത്താവും കുഞ്ഞും കൊണ്ടിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ സാധാരണ അവിടെ ഇരിക്കുന്ന ഫാമിലി കയറി വന്നു. അവർ വന്നിട്ട് ഇവരെ എഴുന്നേപ്പിച്ചിട്ട് പറഞ്ഞിട്ട് ഞങ്ങളുടെ സീറ്റാ, മുമ്പോട്ട് മാറിയിരിക്കാൻ പറഞ്ഞു. അവരെഴുന്നേറ്റ് അടുത്ത സീറ്റിൽ പോയിരുന്നു. അടുത്ത സീറ്റിൽ പോന്നപ്പോൾ അടുത്ത സീറ്റുകാർ പിന്നെ കയറി വന്നു. അവര് ഇവരോട് പറഞ്ഞു, 3 സ്ഥലത്തു നിന്ന് അവരെ ഇളക്കി. അവര് വീട്ടിൽ ചെന്നിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഞങ്ങൾ അങ്ങോട്ട് വരുന്നില്ലെന്ന് പറഞ്ഞു.
കംഫർട്ട് സീറ്റ് വിട്ടുകൊടുക്കാൻ പോലും നമ്മൾ തയ്യാറല്ല. മറ്റൊരു സ്ഥലത്ത് ഞാൻ സഭാചാരം ചെയ്യുന്നപ്പോൾ ഒരു കണ്ണു ഡോക്ടർ, പുള്ളി സിലോൺ പെന്തക്കോസ്റ്റ് വിശ്വാസിയാണ്. പുള്ളിക്ക് എൻ്റെ ബൈബിൾ ക്ലാസ് ഇഷ്ടമായതുകൊണ്ട് ആ സഭയിൽ വന്നിരുന്നപ്പോൾ ആ സഭയിലെ ഒരു പ്രധാനി ഇരിക്കുന്ന സീറ്റാ. വന്നിറങ്ങെ പുള്ളി അദ്ദേഹത്തെ എഴുന്നേപ്പിച്ച് മുമ്പോട്ട് പോയിരിക്കാൻ പറഞ്ഞു. പിറ്റേ ആഴ്ച വന്നപ്പോൾ ആ പ്രധാനിയുടെ വലതുവശത്തെ കസേരയിലെഴുതി ഉറഞ്ഞപടി എൻ്റെ മോന് വേണ്ടി പിടിച്ചിട്ടേക്കുന്നതെന്ന് പറഞ്ഞു. പുള്ളി അവിടുന്ന് എഴുന്നേപ്പിച്ചു. പുള്ളി വീട്ടിൽ പോയി എനിക്ക് ഫോൺ ചെയ്തു, പാസ്റ്റർ ഞാൻ ആ സഭയിലോട്ട് വരുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, പാരമ്പര്യം പറയുന്ന പെന്തക്കോസ്തുകാരാ, നിന്റെ സീറ്റിൽ നിന്നൊന്ന് എഴുന്നേറ്റിട്ട്, നിന്റെ കംഫർട്ട് സോണിൽ നിന്നൊന്ന് എഴുന്നേറ്റിട്ട് മറ്റൊരാൾക്ക് ഇരിക്കാൻ അവസരം കൊടുക്കാൻ പോലും സാധിക്കാത്ത നമ്മളാണോ ആത്മാക്കളെ ദൈവഭാഗത്ത് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നത്? വീട്ടുകാരൻ തീരുമാനിച്ചു, എന്റെ മേൽപ്പുര പൊളിഞ്ഞാലും അവൻ സൗഖ്യമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളാ. മേൽപ്പുര പൊളിയാൻ അനുവദിച്ച ഒരാൾ ബൈബിളിലുണ്ടോ? അദ്ദേഹം ചെറിയ ഒരാളല്ല. പുള്ളി പറഞ്ഞാൽ ഫിലിപ്പിയ ലേഖനം 3:3-7 വരെ 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, എബ്രായൻ എന്ന് വിചാരിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ എന്നാൽ തനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഛേദമായി എണ്ണി. ഒരിക്കൽ പറഞ്ഞു, എനിക്കോ എന്റെ കർത്താവിന്റെ ക്രൂശിലല്ലാതെ വേറെ എങ്ങും പ്രശംസിപ്പാനിടയില്ല. പൗലോസേ, നീ വലിയൊരു ധനാഢ്യന്റെ മകനാ, നീ വേണ്ടുവോളം പണമുള്ളവനാ. തന്റെ അന്ത്യലേഖനത്തിൽ തിമോഥെയോസിന് എഴുതിയപ്പോൾ വരുമ്പോൾ തണുപ്പ് കൊണ്ട് പറയുക, എന്റെ പുതപ്പും എന്റെ ചർമ്മലിഖിതം കൂടെ കൊണ്ടുവരുവാൻ ഉത്സാഹിക്കണം. പൗലോസേ, നിന്റെ മേൽക്കുറയെല്ലാം നീ പൊളിച്ചില്ലേ? നമ്മള് പലപ്പോഴും വരുമ്പോ ഞാൻ ആരാന്നറിയാമോ? അറിയാം. നീ ഏതാ? ഞാൻ കുരിശുമൂട്ടിലെയാന്നറിയാമോ? കുരിശുമൂട്ടിലെ. പിന്നെ എന്റെ വിദ്യാഭ്യാസം എന്താണെന്നറിയാമോ? PhD ഡോക്ടർ എന്ന് വിളിച്ചോണം, അല്ലെങ്കിൽ റവറന്റ് എന്ന് വിളിച്ചോണം. പിന്നെ ഞാൻ ഇന്ന കുടുംബത്തെയാന്നറിയാമോ? പാരമ്പര്യമായിട്ട് വല്യപ്പനന്മാർ മുഴുവൻ പെന്തക്കോസ്തിലാന്നറിയാമോ? ഇതെല്ലാം അറിയാവുന്ന. ഈയിടെ പണ്ട് ബോംബെ ഞാനായിരുന്നപ്പോ ഒരാളെന്നോട് പറഞ്ഞു, കാട്ടാനയ്ക്ക് ആന പഠിച്ചവനാ ഞാനെന്ന്. അവൻ വിചാരിച്ചടാ, ഇവനെ സാറിന് കുതിരക്കാൽ ആട പഠിക്കണം, ഇവൻ കാട്ടാനയ്ക്ക് ആട പഠിച്ചുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള വിദ്വാന്മാരാ നമ്മുടെ ഇടയിലുള്ളത്. ഇവരൊന്നും മേൽപ്പുര പൊളിയാൻ അനുവദിക്കത്തില്ല. ഞാൻ പറയട്ടെ, ഒരാത്മാവിനെ ദൈവഭാഗത്ത് കൊണ്ടുവരുവാൻ ആഗ്രഹിച്ചാൽ നമ്മുടെ മേൽപ്പുര പൊളിയേണ്ടി വന്നാലും നമ്മൾ അതിന് തയ്യാറാകണം. 1 കൊരിന്ത്യർ 9:19 ഇങ്ങനെ വായിച്ചു, അധികം പേരെ നേടേണ്ടതിന് ഞാൻ എന്നെ തന്നെ എല്ലാവർക്കും ദാസനാക്കി. 9-ാം അധ്യായം 22-ാം വാക്യം, ബലഹീനരെ നേടേണ്ടതിന് ഞാൻ ബലഹീനർക്ക് ബലഹീനനായി. മേൽപ്പുര പൊളിഞ്ഞത് കൊണ്ട് ഒരു രോഗി സൗഖ്യമാക്കി. ഒരു പാറ ഉടഞ്ഞു, മോശ പാറയെ അടിച്ചു, പാറ ഉടഞ്ഞത് കൊണ്ട് വെള്ളം ചാടി പുറപ്പെട്ടു. ഇസ്രായേൽ മക്കൾക്കെല്ലാം വേണ്ടുവോളം വെള്ളം കിട്ടി. തോടികളും കവിഞ്ഞൊഴുകി. സത്യം, പാറ ഉടയാത്തിടത്തോളം കാലം വെള്ളം പുറത്തു വരത്തില്ല. യേശു അപ്പം കൊടുത്തു 5.2 മീനും. യേശു നുറുക്കാതെ കൊടുത്തിരുന്നു എങ്കിൽ 5 പേർക്ക് അപ്പവും 2 പേർക്ക് മീനും കിട്ടിയേനെ. ബാക്കിയുള്ളവർ നിരാശരായി പോയേനെ. യേശു നുറുക്കിയത് കൊണ്ടാണ് വേഗപുരുഷാരം തൃപ്തരായത്. ഗിദെയോന്റെ കയ്യിലിരുന്ന കുടം, ഗിദെയോനെ, കുടത്തിനകത്ത് ഒരു പന്തമുണ്ട്, നിനക്കറിയത്തില്ല. നീ ആ കുടം ഒന്ന് ഉടയ്ക്ക്. കുടം ഒന്ന് ഉടച്ചാൽ മൺകുടം തകരും, അതിനകത്തെ പന്തം കത്തും, യുദ്ധം വിജയിക്കും. പലപ്പോഴും നമ്മുടെയും മൺകുടത്തിനകത്ത് ആളിക്കത്തിന്റെ ഒരു പന്തമുണ്ട്. എന്നാൽ കുട ഉടയുവാൻ ഞാനും നിങ്ങളും അനുവദിക്കാത്തതുകൊണ്ട് പന്തം കത്തുന്നില്ല, ശോഭ വെളി വരുന്നില്ല, യുദ്ധം വിജയിക്കുന്നില്ല. മറിയാം, ലാസറിന്റെ സഹോദരി മറിയ, വേറെ ഒരു പാവനിയായ സ്ത്രീ, അവർ 2 പേര് കർത്താവിനെ തൈലം പൂശി. അവര് കൊണ്ടുവന്ന ഭരണി പൊട്ടിച്ചപ്പോൾ അതിന്റെ സുഗന്ധം വീട് മുഴുവൻ നിറച്ചു. നമുക്കും നമ്മുടെ ഉള്ളിൽ ദൈവ സുഗന്ധം തന്നിട്ടുണ്ടോ? രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും നമ്മൾ ദൈവത്തിന്റെ സൗരഭ്യവാസനയാ. പ്രസംഗിക്കാൻ നല്ല കൃപയുണ്ടോ? പാടാൻ നല്ല കൃപയുണ്ടോ? പ്രാർത്ഥിപ്പാൻ നല്ല കൃപയുണ്ടോ? നാം ചെയ്യുന്നില്ല. നമ്മുടെ സുഗന്ധം പരക്കുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? വീട് നിറയെ
സുഗന്ധം വരുന്നില്ല. നമ്മൾ എല്ലാ ദിവസവും ഭരണി എടുത്തുകൊണ്ട് സഭയെ വരും, അവിടെ ഇറക്കി വെക്കും, പോകാൻ നേരം ഭരണി എടുത്തുകൊണ്ട് തിരിച്ചു പോകും. അല്ല, നമ്മുടെ ഭരണി പൊട്ടിക്കട്ട് അനേകർക്ക് സുഗന്ധം വീശുവാൻ പൊട്ടിയ ഭരണിയിലെ എണ്ണ, ആ തൈലം ആ വീട് മുഴുവൻ നിറയ്ക്കുവാനിടയായിത്തീരും. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ അത് തനിയെ ഇരിക്കും. ഗോതമ്പ് മണി നിലത്ത് വീണ് ചത്താൽ അനേക കതിരുമണികൾ അതിൽ നിന്നുണ്ടാകുവാനിടയായിത്തീരും. നാം നമ്മെ തന്നെ താഴുവാൻ അനുവദിക്കുന്നില്ല, ചാവുവാൻ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് അനേക ഗോതമ്പ് മണികൾ വരുന്നില്ല. മുന്തിരിവള്ളി, ചെത്തിയ മുന്തിരിവള്ളിയിലാണ് ധാരാളം മുന്തിരിക്കൊല ഉണ്ടാകുന്നത്. നമ്മൾ ചെത്താൻ അനുവദിക്കാത്തിടത്തോളം കാലം മുന്തിരിങ്ങ ധാരാളം ഉണ്ടാകത്തില്ല. അതേ, കർത്താവ് നമ്മെ ചെത്തുമ്പോൾ ധാരാളം ഫലങ്ങൾ ഉണ്ടാകും. ഇനി കർത്താവ് നമുക്ക് എങ്ങനെ പ്രയോജനപ്പെട്ടത്? യെശയ്യാ 53:10 അവനെ തകർത്ത് കളവാൻ അവനെ ഇഷ്ടം തോന്നി. പിതാവായ ദൈവം പുത്രനെ ഗെത്സമന തോട്ടം മുതൽ ഗോൽഗോഥ കുന്നുവരെ തകർത്ത് കളഞ്ഞത് കൊണ്ടാണ് നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ വന്നത്. കർത്താവ് തകർന്നില്ലായിരുന്നു എങ്കിൽ നമുക്ക് എവിടെ വിജയം കിട്ടുമായിരുന്നു? ഇനി അടുത്തത് തകർന്ന ഹൃദയം. സങ്കീർത്തനം 51:17 ദൈവത്തിന്റെ അനനയാങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നു നുറുങ്ങിയുള്ള ഹൃദയത്തെ ദൈവമേ നീ ഒരു നാളും നിരസിക്കയില്ല. ഹല്ലേലൂയ. നമുക്കതുകൊണ്ട് ദൈവം വരുമ്പോൾ ഒരു ഉടഞ്ഞ അനുഭവം, ഒരു തകർന്ന അനുഭവം നമുക്കുണ്ടാകുന്നെങ്കിൽ മാത്രമേ ദൈവം നമ്മിൽ കൂടെ പ്രവർത്തിക്കത്തുള്ളൂ. അതുകൊണ്ട് ഈ 4 പേര് കർത്താവ് ആ രോഗിയെ അവിടെ ഇറക്കി വെച്ചു. അവൻ താഴെ വന്നപ്പോൾ കർത്താവ് അവനെ സൗഖ്യമാക്കി. എന്നിട്ട് കർത്താവ് അവനോട് പറഞ്ഞു, നീ കിടക്ക എടുത്തോണ്ട് നടക്കാൻ പറഞ്ഞു. വേറെ ആരെയും ഏൽപ്പിക്കണ്ട, നീ തന്നെ എടുക്കാൻ പറഞ്ഞു. അതൊന്നൊരു കാഴ്ചയല്ലേ? അത്രയും പുരുഷാരം കൂടിയിരിക്കുന്ന മടിത്തത്തിൽ ഇരുവരെ കട്ടിലെ അവനെ ചുമ്മിക്കൊണ്ട് കിടന്നത്. ഇപ്പോൾ അവനെ ചുമ്മിക്കൊണ്ടുന്ന കട്ടിലിനെ അവൻ ചുമ്മിക്കൊണ്ട് പുറത്തോട്ട് പോയി. എന്തൊരു വിടുതലിന്റെ സാക്ഷ്യമാണ്. നമുക്ക് ഈ നാളുകൾ അനേകരെ കർത്താവിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവരാം. നമ്മൾ മുന്നടക്കുന്നവരായി തീരാതെ, കർത്താവിനെ അനുസരിക്കുന്നവരായി തീരാം. പുരുഷാരത്തിൽ ഒരാളായി തീരാതെ ഇന്റർമോസ്റ്റ് സർക്കിളിലുള്ള യോഹന്നാനെ പോലെ ആയി തീരാം. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.